പറവൂർ നഗരസഭ 2-ാം വാർഡ് ലേഡീസ് ക്ലബ്ബ് യോഗം പറവൂർ സ്പോർട്സ് ക്ലബ്ബിൽ നടന്നു. വാർഡ് കൗൺസിലർ ലൈജി ബിജുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ആലുവ UC കോളേജ് സൈക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ സീന M. മത്തായി മുഖ്യപ്രഭാഷണം നടത്തി. ജിഷ സുബിൻ്റെ പ്രാർത്ഥനയോടെ തുടങ്ങിയ യോഗത്തിൽ വസന്തലക്ഷ്മി ടീച്ചർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അച്ചാമ്മ ടീച്ചർ സ്വാഗതവും ട്രീസ ഷാലിമോൾ നന്ദിയും രേഖപ്പെടുത്തി. പ്രതീക്ഷയുടെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും ഒരു പുതുവത്സരം മുന്നമേ നിങ്ങൾക്ക് ആശംസിച്ചുകൊള്ളു. ഏകദേശം 3 വർഷമായി കൗൺസിലറായിട്ട് ഞാൻ ഈ വാർഡിൽ വന്നിട്ട് ഓരോ പ്രവർത്തനങ്ങളിലും നമ്മളെ പലവട്ടം നമ്മൾ കണ്ടതാണ്. എല്ലാവരോടും നല്ല രീതിയിൽ ഇടപെടാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകൾ എടുത്തപ്പോഴാണ് 1-2 പേര് ഒരു ആഗ്രഹമൊക്കെ പറഞ്ഞു, നമുക്ക് ഒരു വിനോദയാത്രയൊക്കെ പോകണം. എല്ലാവരും പല കുടുംബങ്ങളിൽ നിന്നും വിനോദയാത്ര പോകുന്നു, നമുക്കതിന് സാധിക്കുന്നില്ല. ഞങ്ങളുടെ കയ്യിൽ കുറച്ച് പേരുടെ കയ്യിൽ നന്നായിട്ട് പൈസ ഉണ്ട്, കുറച്ച് പേരിൽ പൈസ കുറവുണ്ട്, പലതരത്തിലുള്ള ആളുകളാണ്. എന്നിരുന്നാൽ കൂടി എല്ലാവർക്കും ആഗ്രഹമുണ്ട്, ഒരു ദിവസം ഒന്ന് വീട്ടിൽ നിന്നൊന്ന് പുറത്തിറങ്ങണം, അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം. അങ്ങനെ കുറച്ച് പേരുടെ ആഗ്രഹം മാനിച്ചാണ് നമ്മൾ ജാനുവരി 2-ന് നമ്മൾ തൊടുപുഴയിലേക്ക് ടൂർ പോയത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് നമുക്ക് നേടിത്തന്നത്. അതിൽ നിന്നാണ് കുറച്ച് പേരുടെ അഭ്യർത്ഥന മാനിച്ചിട്ട് ഒരു ക്ലബ്ബ് രൂപീകരിക്കാനുള്ള ആശയം എൻ്റെ മനസ്സിലേക്ക് വന്നത്. വളരെയധികം സന്തോഷമുള്ള ഒരു മുഹൂർത്തത്തിനാണ് നമ്മൾ ഇന്നെല്ലാം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. അതിന് നേതൃത്വം കൊടുത്ത ലൈജി ബിജുവിനെ ഞാൻ ആദ്യമേ തന്നെ അഭിനന്ദിക്കുകയാണ്. കാരണം ഇവിടെ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളൊക്കെ ഞാനൊക്കെ ഒരു ചെറിയ അസൂയോടുകൂടി തന്നെയാണ് കാണുന്നത്. കാരണം ഇത്രയും പേരെ നല്ല പ്രാതിനിധ്യത്തോടുകൂടി എല്ലാവരും ഒരു കുടക്കീഴിൽ എന്ന പോലെ, അല്ലെങ്കിൽ ഒരു മുത്തുമണികളെ പോലെ ഓർത്തുകൊണ്ട് ഒരുമിപ്പിച്ചുകൊണ്ട് ഇന്നിവിടെ ഒരു ലേഡീസ് ക്ലബിന് സമാരംഭം കുറിക്കുകയാണ്. നമ്മൾ ഒരുപാട് നമ്മളുടെ ഇടയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സ്ത്രീകളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ദുരിതം വന്നാലും അതൊക്കെ അനുഭവിച്ച് ഇനി പല സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ ഞാൻ കേൾക്കുന്ന കാര്യമാണ്, ഇപ്പൊ ജീവിതത്തിന്റെ ഒരു മധ്യവയസ്സൊക്കെ എത്തിക്കഴിയുമ്പോൾ സ്ത്രീകൾക്ക് ഫീൽ ചെയ്യുന്ന കാര്യമാണ്. ഞാൻ ഒരുപാട് വർഷം ഇങ്ങനെ സഹിച്ച് ക്ഷമിച്ചൊക്കെ ജീവിച്ച്, അപ്പൊ നമ്മൾ ഓരോന്ന് വിചാരിക്കും ഇനി അടുത്ത ജനറേഷൻ വരുമ്പോൾ നമ്മളെ നന്നായിട്ട് നോക്കും, പ്രൊട്ടക്ട് ചെയ്യും. നമ്മളെപ്പോഴും അങ്ങനെ ഒരു ഡിപ്പെൻഡൻസ് കാണിക്കുന്നുണ്ട്. അത് നമ്മുടെ സമൂഹം നമ്മളെ പഠിപ്പിച്ചതാണ്. നമ്മളത് സ്വയം അങ്ങോട്ട് അതങ്ങ് ഇന്റേണലൈസ് ചെയ്തിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് എല്ലാത്തിനും ഒരു ഡിപ്പെൻഡൻസ് സമൂഹത്തില് പുരുഷന്മാരോട് നമുക്കുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ഡിപ്പെൻഡൻസ് നമുക്ക് വന്ന് അവര് ഇനി മക്കളെ വേണം നമ്മൾ നോക്കാൻ, അങ്ങനെയൊക്കെ വിചാരിക്കും. പിന്നെ അവർക്കും ഇതിനൊന്നും സമയമില്ല. അവരുടേതായ വഴികളിൽ കൂടെയൊക്കെ അവർ പോയി കഴിയുമ്പോൾ നമുക്കൊരു ഫീലിംഗ് വരും, നമ്മൾ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു, നല്ലതായിട്ട് ജീവിച്ചോ പിന്നെ എന്ത് ചെയ്യായിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു. എന്നിട്ടിപ്പോ അത് ആദ്യം മനസ്സിലാക്കണം, നമ്മൾ നമുക്ക് വേണ്ടി നമ്മുടെ മക്കൾ, ഇനിയിപ്പൊ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ മക്കളെ നമ്മൾ എന്താ പഠിപ്പിക്കേണ്ടത്, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക, അല്ലേ? നിങ്ങൾക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുക. ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.